നമസ്കാരം. സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണവുമായി സഹകരിക്കുന്ന കേരളത്തിലെ റൈസ് മില്ലുകൾ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലും കടക്കെണിയിലും. ജനപ്രതിനിധികളുടെ ഉറപ്പിന്മേൽ ഓരോ വർഷവും സഹകരിക്കുന്ന മില്ലുകൾക്ക് വൻ നഷ്ടം സംഭവിച്ച് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്ന് കേരള റൈസ് മില്ലേഴ്സ് അസോസിയേഷൻ സംഘടന പറയുന്നു. നെല്ല് സംഭരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന മില്ലുകളിൽ പലതും ബാങ്ക് ജപ്തി ഭീഷണിയിലാണ്. നിലവിൽ 6 മില്ലുകൾ വൻ കടക്കെണിയിലാണ്. 2 മില്ലുകളുടെ ബാങ്ക് ഗ്യാരണ്ടിയും സെക്യൂരിറ്റി ഡെപ്പോസിറ്റും സപ്ലൈകോ കണ്ടുകെട്ടി ഉത്തരവിറക്കിയിട്ടുണ്ട്. ഈ മില്ലുകൾക്ക് 17 കോടിയും 11 കോടിയുമാണ് സപ്ലൈകോ ബാധ്യതയായി നിശ്ചയിച്ചിരിക്കുന്നത്. കരാറിൽ ഒപ്പിട്ടാൽ കെണിയിലകപ്പെടുന്ന നിലവിലെ സ്ഥിതി ദുസ്സഹമാണെന്നും സർക്കാർ കണ്ണു തുറക്കണമെന്നുമാണ് അസോസിയേഷന്റെ ആവശ്യം. നെല്ല് സംഭരണ സംവിധാനം 2005 ആരംഭിച്ചപ്പോൾ 112ഓളം മില്ലുകൾ ഈ പ്രക്രിയയുടെ ഭാഗമായിരുന്നു. എന്നാൽ നിസ്സാരമായ കൈകാര്യ ചെലവും ഒരു ക്വിന്റൽ നെല്ലിന് 68 കിലോഗ്രാം അരി തിരികെ നൽകണമെന്ന നിബന്ധനയും കാരണം വൻ നഷ്ടം സംഭവിച്ച് നിരവധി മില്ലുകൾ പൂട്ടി. ബാങ്ക് ജപ്തി മൂലം നാമാവശേഷമാവുകയും ചെയ്തു. നിലവിൽ ഈ പദ്ധതിയുമായി സഹകരിക്കുന്നത് 53 മില്ലുകൾ മാത്രമായി ചുരുങ്ങിയ സാഹചര്യത്തിലാണ് അസോസിയേഷൻ യഥാർത്ഥ വസ്തുത സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. മില്ലുടമകളുടെയും കർഷകരുടെയും പ്രശ്നങ്ങൾ പഠിക്കുന്നതിനായി 2016 ഒക്ടോബർ 3 സർക്കാർ തല കമ്മിറ്റിയെ രൂപീകരിച്ചിരുന്നു. തുടർന്ന് 2017 മെയ് 8 കമ്മിറ്റി ശാസ്ത്രീയ പഠനം നടത്തി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും നിരന്തര ചർച്ചകൾക്ക് ശേഷം 2017 ഒക്ടോബർ 4 റിപ്പോർട്ട് തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തു. സംസ്കരണ കൂലി 272 രൂപയായി വർദ്ധിപ്പിക്കണമെന്നും കേന്ദ്ര സർക്കാർ മാനദണ്ഡ പ്രകാരം 68 കിലോഗ്രാം അരി തിരികെ നൽകേണ്ട സ്ഥാനത്ത് കേരളത്തിലെ പ്രത്യേക കൃഷിരീതിയും കാലാവസ്ഥാ സാഹചര്യങ്ങളും അനുസരിച്ച് 64 കിലോഗ്രാം അരി മാത്രമാണ് ലഭിക്കുന്നതെന്ന കമ്മിറ്റിയുടെ കണ്ടെത്തൽ അംഗീകരിക്കുമെന്നും സർക്കാർ അന്ന് തന്നെ ഉറപ്പ് നൽകിയിരുന്നു. കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തി ഔട്ട് ടേൺ റേഷ്യോ 64 കിലോഗ്രാം ആക്കി കുറയ്ക്കാനുള്ള നടപടി സ്വീകരിക്കാമെന്നും അതുവരെ മില്ലുകൾക്കുണ്ടാവുന്ന നഷ്ടം നികത്താൻ കേന്ദ്ര സർക്കാർ 64.5% കുറയ്ക്കുന്നതുവരെ സാമ്പത്തിക ബാധ്യത സംസ്ഥാന സർക്കാർ വഹിക്കുന്നതാണെന്ന ഉത്തരവ് 2018 ഓഗസ്റ്റ് 18 പുറപ്പെടുവിക്കുകയും ചെയ്തു. എന്നാൽ 64.5% നിശ്ചയിച്ച ഈ സർക്കാർ ഉത്തരവ് ഒരു സ്വകാര്യ വ്യക്തി നൽകിയ ഹർജിയിൽ ഹൈക്കോടതി റദ്ദാക്കിയതോടെ പ്രതിസന്ധി രൂക്ഷമായി. കോടതി ഉത്തരവിനെ തുടർന്ന് മില്ലുകൾ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട കരാറിൽ ഏർപ്പെടാതെ നിസ്സഹരണം ആരംഭിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 2022 സെപ്റ്റംബർ 28 ധന ഭക്ഷ്യമന്ത്രിമാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ സർക്കാർ നയം 64.5% തന്നെ നിലനിർത്തുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കിയിരുന്നു. റദ്ദാക്കിയ കോടതി ഉത്തരവ് പുനഃപരിശോധിക്കുന്നതിനായി സർക്കാർ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ടെന്നും വിധി അനുകൂലമാണെങ്കിൽ മുൻകാല പ്രാബല്യത്തിൽ നടപ്പിലാക്കുമെന്നും ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പിന്മേലാണ് മില്ലുടമകൾ നെല്ല് സംഭരണത്തിനായി വീണ്ടും കരാറിൽ ഒപ്പുവെച്ചതും നെല്ല് സംഭരണം ആരംഭിച്ചതും. പിന്നീട് സർക്കാരും അസോസിയേഷനും സമർപ്പിച്ച പുനഃപരിശോധന ഹർജിയിൽ 2022 ഡിസംബർ 1 ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു. കേന്ദ്ര സർക്കാർ പദ്ധതി എന്ന നിലയിൽ 68% എന്നത് മാറ്റാനാവില്ലെന്നും എന്നാൽ മില്ലുകൾക്കുണ്ടാവുന്ന നഷ്ടം നീക്കുന്നതിന് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നടപടിയിൽ ഇടപെടില്ലായെന്നും കോടതി വ്യക്തമാക്കി. സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാതെ വന്നതോടെ 2023 ജനുവരി 17 വീണ്ടും നിസ്സഹരണം ഉണ്ടായപ്പോൾ ഭക്ഷ്യ ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഔട്ട് ടേൺ റേഷ്യോ നിലവിൽ നൽകി വരുന്ന 64% തന്നെ തുടരുമെന്ന് ഉറപ്പ് നൽകി. ഇത് സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഉടൻ ഇറക്കുമെന്നും ഉറപ്പ് ലഭിച്ചു. ഈ ഉറപ്പിന്മേലാണ് ഫെബ്രുവരി മുതൽ വീണ്ടും കരാറിൽ ഏർപ്പെട്ടത്. സംസ്കരണത്തോട് 64.5% അംഗീകരിച്ച് കരാറിന്റെ ക്ലോസ് നമ്പർ 40 പ്രത്യേക വ്യവസ്ഥയായി ചേർക്കുകയും അതിനുശേഷം അരി വീട്ടെടുപ്പ് നടത്തുകയും ചെയ്തു. എന്നാൽ കോടതി ഉത്തരവിന് ശേഷം ഔട്ട് ടേൺ റേഷ്യോ സംബന്ധിച്ച പുതിയ സർക്കാർ ഉത്തരവ് ലഭിച്ചിട്ടില്ല എന്ന കാരണം പറഞ്ഞ് 2023 മെയ് മാസം മുതൽ നൽകുവാനുള്ള മില്ലുകളുടെ കൈകാര്യ ചെലവ് തുക സപ്ലൈകോ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. കൂടാതെ മില്ലുകളിൽ നെല്ലെണ്ണാവുന്ന രീതിയിൽ അട്ടിവെച്ചിട്ടില്ല എന്ന കാരണം പറഞ്ഞ് 2024-2025 സീസണിലെ കൈകാര്യ ചെലവുകളും തടഞ്ഞു വെച്ചിരിക്കുന്നു. ഓരോ വർഷവും കരാറിൽ ഇപ്രകാരമുള്ള പുതിയ നിബന്ധനകൾ എഴുതി ചേർത്തുകൊണ്ട് മില്ലുകളുടെ പ്രവർത്തനം തന്നെ അവതാളത്തിലാക്കുന്ന രീതിയാണ് സപ്ലൈകോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 8 വർഷങ്ങൾക്ക് മുൻപ് സർക്കാർ തല കമ്മിറ്റി കണ്ടെത്തി അംഗീകരിച്ച കൈകാര്യ ചെലവ് വർധന ക്വിന്റലിന് 272 രൂപ എന്നത് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. നിലവിൽ ക്വിന്റലിന് 120 രൂപ മാത്രമാണ് മില്ലുകൾക്ക് ലഭിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ, വൈദ്യുതി, ലേബർ ചാർജ് എന്നിവ കേരളത്തിൽ മറ്റേത് സംസ്ഥാനത്തെക്കാളും വളരെ കൂടുതലാണ്. ഗോഡൌൺ വാടക, ഇൻഷുറൻസ് തുക, ബാങ്ക് പലിശ എന്നിവ കണക്കിലെടുക്കുമ്പോൾ ഈ വ്യവസായം മുമ്പോട്ട് കൊണ്ടുപോകാനാവാത്ത സ്ഥിതിയുമാണ്. കൈകാര്യ ചെലവ് വർധന ആവശ്യപ്പെട്ടപ്പോൾ മുഖ്യമന്ത്രി ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന മുറയ്ക്ക് മുഴുവനായി മില്ലുകൾക്ക് നൽകുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ സപ്ലൈകോ കൃത്യമായ നടപടിക്രമങ്ങൾ പാലിക്കാത്തത് മൂലം 2017 മുതൽ കേന്ദ്ര സർക്കാരിൽ നിന്നും ഈ തുക വാങ്ങാതിരിക്കുകയോ അല്ലെങ്കിൽ ലാപ്സായി പോവുകയോ ചെയ്തിരിക്കുകയാണ്. കേന്ദ്ര സർക്കാർ ഓരോ വർഷവും വർധനവ് വരുത്തുമ്പോൾ സംസ്ഥാന സർക്കാർ ഒരേ കൂലിയാണ് കഴിഞ്ഞ 9 വർഷങ്ങളായി നൽകുന്നത്. കേരള റൈസ് മില്ലേഴ്സ് അസോസിയേഷന്റെ പ്രധാന ആവശ്യങ്ങൾ ഇങ്ങനെയാണ്: കുടിശ്ശിക ഉടൻ നൽകുക, 2022, 2023, 2024-25 വർഷത്തെ കൈകാര്യ ചെലവ് കുടിശ്ശിക എത്രയും പെട്ടെന്ന് നൽകണം, ഔട്ട് ടേൺ റേഷ്യോ സർക്കാർ കണ്ടെത്തിയ 64.5% തുടരണം, കൂലി വർധനവ് കമ്മിറ്റി കണ്ടെത്തി അംഗീകരിച്ച ക്വിന്റലിന് 272 രൂപ എന്ന കൈകാര്യ ചെലവ് ഉടൻ നടപ്പിലാക്കണം, GST ഒഴിവാക്കണം, 2017-2021 കാലയളവിലെ കൈകാര്യ ചെലവിന് മുഴുവനായി GST അടയ്ക്കണമെന്ന ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശം സംബന്ധിച്ച വിഷയത്തിൽ സർക്കാർ ഇടപെട്ട് മില്ലുകളെ ഒഴിവാക്കണം, സ്റ്റോറേജ് ഒഴിവാക്കുക, സപ്ലൈകോ പ്രൊക്യൂർമെൻറ്റ് സെൻറ്റർ ആരംഭിക്കുകയും നെല്ല് സ്റ്റോറേജ് ഏറ്റെടുക്കുകയും ചെയ്യണം, മില്ലിംഗ് ചെയ്യുന്നതിനാവശ്യമായ നെല്ല് മാത്രം മില്ലുകൾക്ക് അലോട്ട് ചെയ്യുന്ന രീതി അവലംബിക്കണം,
മില്ലുകളിൽ നിന്നും സംസ്കരിച്ച അരി എടുത്തു മാറ്റുന്നതിനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണം. അരി വെട്ടെടുപ്പ് സമയബന്ധിതമായി നടത്താത്തത് മില്ലുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നു. FRKയുടെ ക്വാളിറ്റി പരിശോധന സപ്ലൈകോ തന്നെ ഉറപ്പുവരുത്തണം. FRKയുടെ ക്വാളിറ്റി കുറവ് മൂലം അരി തിരിച്ചടിക്കേണ്ടി വന്നാൽ ചെലവ് മുഴുവൻ സപ്ലൈകോ വഹിക്കണം തുടങ്ങിയവയാണ് അവരുടെ ആവശ്യങ്ങൾ. നെല്ല് കൃഷി ചെയ്യുന്നത് പോലെ തന്നെ നെല്ല് സംസ്കരിച്ച് അരിയാക്കുന്നതും പ്രധാനമാണെന്നും കർഷകരുടെ പ്രശ്നങ്ങൾ പോലെ തന്നെ മില്ലുകളുടെ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടതുണ്ടെന്നും അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി.